സുഹൃത്തുക്കളെ, സുൽഫിയാണേ. ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോസ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ മിനിമം ഒരു 10K ഫോളോവേഴ്സെങ്കിലും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെലിബ്രിറ്റികളാണ്, നിങ്ങൾക്ക് ഒരു മാസം 30,000 രൂപ സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10,000 ഫോളോവേഴ്സ്, അതേപോലെ 20,000 ഫോളോവേഴ്സ്, അതേപോലെ 100K 100K ഫോളോവേഴ്സ്, 200K ഫോളോവേഴ്സ്, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ വരും, നിങ്ങൾ മൊത്തം ആളുകൾ അറിയപ്പെടും, അങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ വിശുദ്ധമായിട്ട് എൻ്റെ സുൽഫി KG എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധമായി പറയാം, നിങ്ങൾക്ക് അതിൽ പോയി നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം എൻ്റെ ഒരു കാര്യം എന്ന് പറയാന്നുണ്ടെങ്കിൽ, എനിക്ക് വന്നൊരു ഓഫർ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനത് കുറേ വീഡിയോസിൽ പറയണ്ട എന്ന് വിചാരിച്ചതാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു പാർട്ടിയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏതാ പാർട്ടി എന്നൊന്നും ഞാൻ പറയണില്ല. എന്നിട്ട് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നീ നിൽക്കാൻ താല്പര്യം ഉണ്ടോ സുൽഫി എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ള ആളുകൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ പാർട്ടിയായിട്ട് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല, നമുക്ക് ഇതുവരെ ഒരു പാർട്ടിയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, നീ ഇപ്പോൾ ഏകദേശം അറിയുന്നുണ്ടല്ലോ, എല്ലാ ഭാഗത്തും അറിയുന്നുണ്ട്, എല്ലാം ആളുകളുടെ ഇടയിൽ ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഈ ഒരു ഭാഗത്ത് നീ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ ഒരു ലെവലിൽ എനിക്ക് ഇത്രയും വലിയൊരു ഓഫർ വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ആശ്ചര്യമായി. ഞാൻ ഒരു 2 മിനിറ്റ് ഞാൻ അവരുടെ അടുത്ത് തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയായി എനിക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്രയും വലിയ ഇതായോ, എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അത്രയും ഫോളോവേഴ്സ് ഉണ്ട്, നമുക്ക് അത്രയും ആളുകളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ആളുകളുടെ ഇടയിൽ നമ്മൾ എല്ലാം ഇറങ്ങി ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ജെന്യൂനായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഏകദേശം മനസ്സിലായ കാരണം കൊണ്ടാണ് നമ്മളെ അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇതുവരെ ഞാനൊന്നും അങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറയുന്നില്ല, നമ്മൾ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, അതേപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ ആക്റ്റീവാകാൻ തുടങ്ങിക്കോളൂ. നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ നോക്കി വരും. അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാരും ചാനലുകളും അതേപോലെ വീഡിയോസുകളും ഒന്നും ഇടാണ്ടിരിക്കണ്ട. അതിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും ഹൈ ലെവലിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, അപ്പം ഞാൻ നിന്ന് കഴിഞ്ഞാൽ അത് ജയിക്കണ്ടേ, എനിക്ക് ജയം വരണ്ടേ ചോദിച്ചപ്പോൾ അവർ പറയാം, നീ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിന്നിട്ടുണ്ട് എങ്കിൽ, സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ട് എങ്കിൽ, അത് എന്ത് വകയാലും എന്ത് ചെയ്താലും ഞാൻ ജയിക്കും. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ തന്നെ ആയിരിക്കും. അത് എങ്ങനെ ജയിക്കണം, ഇതുവരെ ഇലക്ഷനിൽ ഇതുവരെ ഏത് സ്ഥാനാർത്ഥികളും ചെയ്യാത്ത ഒരുപാട് പ്ലാനിങ് വരെ നമ്മളെടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ജനങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ജനങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ജനങ്ങളെ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ജയിക്കുന്നുള്ളത് ഉറപ്പാണ്, പക്ഷേ ഇപ്പം നിൽക്കണോ വേണ്ടേ എന്നുള്ളത് ഞാൻ പറയാ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാനിത് എന്തിനാണ് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് തന്നെ ഇങ്ങനെയുള്ള ഓഫറുകൾ വരുമ്പോൾ നിങ്ങളും അതേപോലെ ഈ ചാനലുകളൊന്നും തുടങ്ങാതിരിക്കേണ്ട. നിങ്ങളും എന്തായാലും 100% നാളേക്ക് ഒരിക്കലും മാറ്റിവെക്കേണ്ട, ഇന്ന് തന്നെ മാറ്റിവെക്കുക. ഇന്ന് തന്നെ നിങ്ങൾ ചാനലുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി നിങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങുക കേട്ടോ, ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല.